ഓക്കെ, നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ വാലൻസ് ബോണ്ട് തിയറിയെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസ് ഒരു ചെറിയ വീഡിയോയിലൂടെ തരാനാണ് ഉദ്ദേശിക്കുന്നത്. വാലൻസ് ബോണ്ട് തിയറി പ്രധാനമായും കോവാലന്റ് ബോണ്ടിങ്ങുകൾ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് അവയുടെ ഫോർമേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കോവാലന്റ് ബോണ്ടിങ്, എന്താണ് അയോണിക് ബോണ്ടിങ് എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ വളരെ കൃത്യമായി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോവാലന്റ് ബോണ്ടിങ്ങിന്റെ ഫോർമേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഫോർമേഷൻ പോസിബിൾ ആകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള 2 എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഓക്സിജന്റെയും ഒന്ന് ഫ്ലൂറിന്റെ കേസുമാണ്. ഞാൻ ആദ്യം ഫ്ലൂറിന്റെ കേസ് പറയാം. നമുക്കറിയാം, അതിനായിട്ട് നമുക്ക് ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും അറ്റോമിക് നമ്പർ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഓക്സിജൻ കഴിഞ്ഞിട്ടാണ് ഫ്ലൂറിൻ വരുന്നത്. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ് വരിക. ഓക്കെ, ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആവുമ്പോൾ നമുക്ക് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഞാൻ ഇവിടെ എടുക്കുന്നത് ഫ്ലൂറിന്റെ കേസാണ്. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആവുമ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? 2,7 എന്ന് എഴുതാം. 2,7 എന്ന് എഴുതാം. കാരണം 7 + 2 എത്രയാണ്? മൊത്തം 9 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രകാരം KLM ഇവയിലേക്ക് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 2,7 ആണ് അതിന്റെ മെയിൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരിക? 8 ആണ് വരിക, അല്ലെ? നമ്മൾ കഴിഞ്ഞു ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്സിജൻ കഴിഞ്ഞിട്ടാണ് ഫ്ലൂറിൻ, അതുകൊണ്ടാണ് ഫ്ലൂറിന്റെ 9, ഓക്സിജന്റെ 8. അപ്പോൾ ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2,6 ആണ് വരിക. 6 + 2 8. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന കാര്യത്തിന് ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഫ്ലൂറിന്റെ കേസിൽ പറയാന്നുണ്ടെങ്കിൽ പുറത്ത് 7 വാലൻസ് ഇലക്ട്രോണും, ഓക്സിജന്റെ കേസിൽ പറയാന്നുണ്ടെങ്കിൽ 6 വാലൻസ് ഇലക്ട്രോണാണ് ഉള്ളത്, അല്ലെ? ഫ്ലൂറിന്റെ കേസിലാണെങ്കിൽ അത് 7 വാലൻസ് ഇലക്ട്രോണും, ഓക്സിജന്റെ കേസിലാണെങ്കിൽ 6 വാലൻസ് ഇലക്ട്രോണാണ്. ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്ലൂറിന്റെ കേസാണ്. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ഫ്ലൂറിൻ 2,7, ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഈസ് ഫൗണ്ട് ടു ബി 7. അപ്പൊ ഞാൻ ഫ്ലൂറിന്റെ ചുറ്റും ഈ വാലൻസ് ഇലക്ട്രോൺ കാണിക്കാൻ പോവാണ്. 1, 2, 3, 4 ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അല്ലെ? നമുക്ക് ഡോട്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, അതായത് നല്ലത്. 1, 2, 3, 4, 5, 6, 7. നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. 1, 2, 3, 4, 5, 6, 7. ഇനി മറ്റൊരു ഫ്ലൂറിനെ എടുക്കാന്നിരിക്കുക. അപ്പോൾ എന്ത് വരും? ഇതേപോലെ തന്നെ 7 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും. 1, 2, 3, 4, 5, 6, 7. പക്ഷെ നമുക്കറിയാം, ഒരു എലമെന്റ് അത് സ്റ്റെബിലിറ്റി കൈവരിക്കണം എന്നുണ്ടെങ്കിൽ, മലയാളത്തിലൊക്കെ പറയും അതിന്റെ അഷ്ടകം പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ, സ്റ്റെബിലിറ്റി കൈവരിക്കണം എന്നുണ്ടെങ്കിൽ 8 ഇലക്ട്രോൺസ് വേണം, അല്ല? അവയ്ക്ക് 8 ഇലക്ട്രോൺസ് കിട്ടിയാൽ മാത്രമാണ് അവ എന്ത് ചെയ്യുള്ളൂ? സ്റ്റെബിലൈസ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അവയ്ക്ക് സ്റ്റെബിലിറ്റി കിട്ടുകയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ച പോലെ തന്നെ ഇവ എങ്ങനെ കോവാലന്റ് ബോണ്ടിങ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു ബോണ്ടിങ് നടക്കും. ഇതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഒരു ബോണ്ടിങ് നടക്കും, അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ ഇൻഡിവിജ്വൽ ഫ്ലൂറിന് എടുക്കുമ്പോൾ അവിടെ 8 ഇലക്ട്രോൺ ഫില്ലായി. ഓൾറെഡി ഈ ഫ്ലൂറിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ടായിരുന്നു? 7 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അതുകൂടാതെ പരസ്പരമുള്ള ഈ ബോണ്ടിങ് വഴി എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിയപ്പോൾ ആ 7 + 1 8 ഇലക്ട്രോൺ കിട്ടി. അങ്ങനെ ഇവ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് F സിംഗിൾ ബോണ്ട് F. അപ്പൊ ഇവ തമ്മിൽ എങ്ങനെയാണ് ഈ കോവാലന്റ് ബോണ്ടിങ് ഫോർമേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. ഇനി നമുക്ക് ഇതുപോലെ ഓക്സിജന്റെ കേസ് ഒന്ന് പരിശോധിച്ച് നോക്കാം.
ഓക്കെ, ഓക്സിജന്റെ കേസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അതുകൊണ്ട് അതിന്റെ മെയിൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6 ആണ് വരിക. സോ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഈസ് ഫൗണ്ട് ടു ബി 6. അപ്പൊ നമുക്ക് ഓക്സിജന്റെ ചുറ്റും എന്ത് ചെയ്യാം, 6 വാലൻസ് ഇലക്ട്രോൺ വരയ്ക്കണം. സോ 1, 2, 3, 4, 5, 6. മറ്റൊരു ഓക്സിജൻ ഉണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6. ഇവിടെ നമുക്ക് പറയാം ഇൻഡിവിജ്വൽ എലമെന്റ് അവയ്ക്ക് സ്റ്റെബിലിറ്റി കൈവരണമെന്നുണ്ടെങ്കിൽ, സ്റ്റെബിലിറ്റി ലഭിക്കണമെന്നുണ്ടെങ്കിൽ, സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇവ എങ്ങനെ ബോണ്ട് ഫോം ചെയ്യും, ഈ രീതിയിൽ ബോണ്ട് ഫോം ചെയ്യും, ഈ രീതിയിൽ ബോണ്ട് ഫോം ചെയ്യും അല്ലെ, ഇങ്ങനെ ബോണ്ട് ഫോർമേഷൻ നടക്കും. അപ്പോൾ ഓൾറെഡി ഓക്സിജന് ചുറ്റും ഉണ്ടായിരുന്ന 6 ഇലക്ട്രോൺ പ്ലസ് 2 ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടി. അപ്പോൾ 6 + 2 8. അവ തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അതായത് ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓ ഡബിൾ ബോണ്ട് ഓ. അതായത് നേരത്തെ ഫ്ലൂറിന്റെ കേസിൽ അവ സിംഗിൾ ബോണ്ട് ആയിരുന്നു. ഓക്സിജന്റെ കേസിൽ ഡബിൾ ബോണ്ട് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഈ ഓക്സിജനിലെ 2 ഡബിൾ ബോണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെ ഒരു ഡബിൾ ബോണ്ട് സ്ട്രോങ്ങറും ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയണ്ട, ഒരു ബോണ്ട് സ്ട്രോങ്ങർ ആണ്. കമ്പാരിറ്റീവ്ലി മറ്റേ ബോണ്ട് വീക്കുമാണ്. ഒരു ബോണ്ട് സ്ട്രോങ് ആണ്, എന്നാൽ അതേസമയം മറ്റേ ബോണ്ട് വീക്കുമാണ്. നമ്മളിങ്ങനെ സാധാരണഗതിയിൽ ഈ ഒരു രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോണ്ട് ഫോർമേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഇതിൽ ഒരു ബോണ്ട് സ്ട്രോങ് ആണ് മറ്റേ ബോണ്ട് വീക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു ബൈ ഹാർട്ട് പഠിക്കുന്ന, വെറുതെ മനസ്സിലാക്കി പഠിക്കല്ല, നമ്മളെന്താ ആ ഒരു കാണാപ്പാടം പഠിക്കല്ല, അങ്ങനെ ആ ടേമു കാണാപ്പാടം അങ്ങനെ വെറുതെ പഠിക്കുന്ന പോലൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെയല്ല, നമ്മളത് കൃത്യമായി മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഞാൻ ഫ്ലൂറിന്റെ കേസ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഫ്ലൂറിന്റെ കേസിലുള്ള എനർജി ലെവൽ ഡയഗ്രാം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇപ്പോ നോക്കൂ, ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു, ഓക്സിജൻ ഫ്ലൂറിൻ 9 ആയിരുന്നു. വാലൻസ് ഇലക്ട്രോൺ 2,7 ആയിരുന്നു. സോറി, മെയിൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,7. സോ വാലൻസ് ഇലക്ട്രോൺ ഈസ് ഫൗണ്ട് ടു ബി 7. അങ്ങനെയാണല്ലോ പറയേണ്ടത്. സോ 1s2 2s2 2p ആ രീതിയിലാണ് ഇലക്ട്രോൺ ഫിൽ ആവുക അല്ലേ. 7 വാലൻസ് ഇലക്ട്രോൺ ആകുമ്പോൾ 1s2 2s2. അപ്പോൾ 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ. ഇനി അപ്പോൾ 2 2 4 ഇലക്ട്രോൺ അവിടെ ഫില്ലായി. ഇനി 2p എത്ര ഇലക്ട്രോൺ ഫില്ലായാലാണ് 7 ഇലക്ട്രോൺ ആവുക, 3 ഇലക്ട്രോൺ ഫില്ലാവണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് വരികയാണല്ലോ അല്ലെ, ബാലൻസ് ഇലക്ട്രോൺ അല്ല, കംപ്ലീറ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് വരികയാണ്, മുഴുവൻ ഇലക്ട്രോണിക് ഫില്ല് ചെയ്ത് വരികയാണ് നമ്മൾ. ഞാൻ ഇൻ ടേംസ് ഓഫ് ബാലൻസ് ഇലക്ട്രോൺ ആണ് വീഡിയോയിൽ പറഞ്ഞത്, അത് കറക്ഷൻ ഉണ്ട്. നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് വരികയാണ്. ടോട്ടൽ 9 ഇലക്ട്രോൺ അല്ലേ വേണ്ടത്. ഓക്കെ, ഞാൻ കോവാൽ ബോണ്ടിന് തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത കോവാൽ ബോണ്ടിന്റെ ടേംസിനാണ് അത് കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഇവിടെ എനർജി ഡയഗ്രാം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ടേമിലാണ് പറയേണ്ടത്. മൊത്തം 9 ഇലക്ട്രോൺ ആണ്. സോ 1s2 ഇങ്ങനെ ഫില്ല് ചെയ്യാലോ, 1s2, ദെൻ 2s2. ഓക്കെ, ഒന്ന് കൃത്യമായിട്ട് വരയ്ക്കാം. 1s 2, 2s 2. ഇനി അപ്പൊ ഇപ്പൊ തന്നെ 2 2 4 ഉണ്ട്. ഇനി എത്ര ഇലക്ട്രോൺ കൂടി ഫില്ല് ആവണം, 5 ഇലക്ട്രോൺ ഉണ്ട്. സോ ശ്രദ്ധിക്കുക, 4 5 6 7 8 9. ഇപ്പോ 9 ഇലക്ട്രോൺ ആയില്ലേ. ഓക്കെ, അപ്പോ ഇതിലും ഇലക്ട്രോൺ പെയർഡ് ആണ്, ഇതിലും ഇലക്ട്രോൺ പെയർഡ് ആണ്, ഇവ രണ്ടിലും ഇലക്ട്രോൺ പെയർഡ് ആണ്. ഇവിടെ മാത്രമാണ്, ഈ ഒരു കേസിൽ മാത്രമാണ് അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു ഫ്ലൂറിന്റേത്.
ഇനി ഇത് ഇത് ആദ്യത്തെ ഒരു ഫ്ലൂറിന്റെ ആണ്. നമ്മൾ നേരത്തെ 2 ഫ്ലൂറിന്റെ ആറ്റം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഇത് ഒരു ഫ്ലൂറിന്റെ ആണ്. ഇനി രണ്ടാമത്തെ ഫ്ലൂറിന് ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ വരും? ഇതേ സെയിം രീതിയിൽ തന്നെ വരും അല്ലെ. നോക്കൂ, 1s-ൽ 2, 2s-ലും 2, 2p-ൽ അപ്പൊ എത്ര എണ്ണം വരും? എന്തുകൊണ്ട് ഞാൻ ഈ പിക്ക് 3 വരയ്ക്കാൻ കാരണം, പി ഓർബിറ്റലിന് എന്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് 3 എനർജി ലെവലായിട്ട് വരയ്ക്കാൻ കാരണം നമുക്കറിയാം px, py, pz 3 ഡയറക്ഷനിലും പി ഓർബിറ്റലിന്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ഈ 3നെയും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. 4 ഇലക്ട്രോൺ ഫില്ലായി. 5, 6, 7, 8, 9. ഇതേപോലെ തന്നെ സെയിം ആദ്യത്തെ ഫ്ലോറിൻ പോലെ തന്നെയാണ് ഇത്. ഇത് F1 ആണെങ്കിൽ ഇത് F2, അത്ര വ്യത്യാസമുള്ളൂ. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുക? ഇവിടെ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ അവസാന ശരി ഇലക്ട്രോൺ വരയ്ക്കണം. അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ വരച്ചു തരാം എന്താന്നുള്ളത്. അവിടെ വരയ്ക്കാത്തതിന്റെ കാരണം, ഇങ്ങനെ 2 ആറ്റങ്ങള് അല്ലെങ്കിൽ അടുത്തടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല്, ശരിക്കും ഇവിടെ ഈ ഒരു അറ്റോമിക് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഫില്ലാണ്. ഞാൻ പുറത്തേക്ക് എടുത്ത് വരച്ചതാണ് കേട്ടോ. അത് ഒരു ഇലക്ട്രോൺ ഫീൽഡ് ആണ്. പക്ഷേ ഈ 2 ആറ്റങ്ങൾ പരസ്പരം അടുത്ത് വരുമ്പോൾ ഇവയുടെ സ്പിന്ന് ചേഞ്ച് ആവും. എന്ന് പറയുമ്പോൾ ഈ മുകളിലത്തെ ഫ്ലോറിന്റെ ഇത് അപ്പ് ഡയറക്ഷനിലോട്ടാണ് ഇത് അവിടെ കെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇതിന്റെ രണ്ടാമത്തെ ഫ്ലോറിന്റെ ഓട്ടോമാറ്റിക്കലി അത് ഡൗൺ ഡയറക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്പിൻ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായത്? നമ്മളായിട്ട് ചെയ്യുന്നതല്ല. 2 ആറ്റങ്ങൾ പരസ്പരം അടുത്ത് വരുമ്പോൾ ആ ഇലക്ട്രോണിന്റെ സ്പിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്കാണ് ആദ്യം വരയ്ക്കുക. കാരണം നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു ആറ്റം വന്ന് കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യില്ല, നമ്മളത് മൈൻഡ് ആക്കില്ല. പക്ഷെ ഇവ തമ്മിൽ അടുത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഇലക്ട്രോണിന്റെ സ്പിന്നെ ചേഞ്ച് ആവും. മറ്റുള്ള ഇലക്ട്രോൺസിന്റെ ഇതുവരെയുള്ള ഇലക്ട്രോൺസിന്റെ സ്പിന്നിൽ ചേഞ്ച് വരില്ല. കാരണം അവ ഓൾറെഡി പെയർഡ് ആണ്. പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ സ്പിന്നിലും ചേഞ്ച് വരില്ല. പെയർഡ് ആവാത്ത ഇവ തമ്മിലാണ് ഇത്തരത്തിൽ സ്പിന്നില് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഇനി എന്ത് സംഭവിക്കും? ഇവിടെ ഇത് അൺപെയർഡ് ആണ്, ഇതും അൺപെയർഡ് ആണ്. അപ്പൊ ഇവ തമ്മില് എന്ത് ചെയ്യും? ഒരു ബോണ്ടിങ് നടക്കും. ഇവ തമ്മിലുള്ള ഈ ബോണ്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഓവർലാപ്പിംഗ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള വാക്കുകളാണ്. വിളിക്കുന്ന പേരാണ് ഓവർലാപ്പിംഗ് എന്ന് വിളിക്കുക. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോണ്ട് ഫോർമേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓവർലാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഓവർലാപ്പിംഗ്. ഈ ഓവർലാപ്പിംഗ് വഴിയാണ്. അപ്പൊ അതായത് അതായത് F1-ലെ ഇത് F1, ഇത് F2 ആണെങ്കിൽ F1-ലെ ആ സിംഗിൾ ഇലക്ട്രോണും F2-ലെ ഈ സിംഗിൾ ഇലക്ട്രോണും കൂടി ചേർന്ന് ഓവർലാപ്പിംഗ് പോസിബിൾ ആകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? പിന്നീട് ശേഷമാവ ആഫ്റ്റർ ഓവർലാപ്പിംഗ് അവ പെയർഡ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ F സിംഗിൾ ബോണ്ട് F എന്ന് വിളിക്കുന്നത്. ഈ സിംഗിൾ ബോണ്ട് വിളിക്കുന്ന പേരാണ് സിഗ്മ ബോണ്ടിങ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? സിഗ്മ ബോണ്ടിങ് എന്നാണ് വിളിക്കുക. അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്ര നേരം പറഞ്ഞത് ഫ്ലോറിൻ തമ്മിലുണ്ടാകുന്ന സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത് എന്ന് നമ്മൾ കണ്ടു. 2 F1, F2 പരിശോധിച്ച് എങ്ങനെയാണ് ആ സിംഗിൾ ബോണ്ട് പോസിബിൾ ആകുന്നത് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിച്ചു. അതിന് സിഗ്മ ബോണ്ടിങ് ആണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ F1, F2 ആ സിംഗിൾ ഇലക്ട്രോണും F1-ലെ സിംഗിൾ ഇലക്ട്രോണും F2-ലുള്ള സിംഗിൾ ഇലക്ട്രോണും തമ്മിലുള്ള ബോണ്ടിനെ നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് വിളിച്ചു. തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ഓക്സിജന്റെ കേസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ശ്രദ്ധിക്കൂ. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. സോ 2,6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. 1s, 2s, 2p എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എനർജി ലെവൽ 3 ആണ്. സോ മൊത്തം 8 ഇലക്ട്രോൺസ്. 1, 2, 3, 4, 5, 6, 7, 8. ഇത് ഫസ്റ്റ് ഓക്സിജൻ. രണ്ടാമത്തെ ഓക്സിജന്റെ എങ്ങനെ വരയ്ക്കണം? ഇതേപോലെ തന്നെ 1, 2, 3, 4, 5. ഓക്കെ, ആദ്യം നമുക്ക് പേടാക്കാൻ പാടില്ലല്ലോ. 5, 6, 5, 5, 6, 7,
8. ഓക്കെ, പക്ഷെ നമ്മൾ പറഞ്ഞു 2 ഓക്സിജൻ ആറ്റംസ് അടുത്ത് വരുമ്പോൾ അൺപെയർഡ് ആയിട്ടുള്ള പെയർഡ് അല്ലാത്ത ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ സ്പിന്നിൽ ചേഞ്ച് വരുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇത് രണ്ടും അപ്പ് ഡയറക്ഷനിലാണ്. ഇവിടെയുള്ള ഓർബിറ്റൽ രണ്ടും അപ്പ് ഡയറക്ഷനാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഞാൻ വരയ്ക്കുമ്പോൾ അത് ഡൗൺ ഡയറക്ഷനിലോട്ട് മാറും. അപ്പോൾ ആ ഒരു ചേഞ്ച് ഞാൻ കാണിക്കണം. ഓക്കെ, അപ്പൊ ആ ചേഞ്ചാണ് ഞാൻ വരുത്താൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് രണ്ടും അപ്പ് ആവുമ്പോൾ ഇത് രണ്ടും ഡൗൺ ഡയറക്ഷനിലോട്ട് അത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവ തമ്മിൽ എന്ത് ചെയ്യും? ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാവും. ഇവ തമ്മിലും ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാവും. ഇവിടെ 2 ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. 2 ബോണ്ടിങ്, ആ ബോണ്ടിന് വിളിച്ച പേരാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്നുള്ളത്. 2 ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. ഈ 2 ഓവർലാപ്പിംഗ് തന്നെയാണ് ഇവിടെ എന്ത് നമ്മൾ കാണിച്ചത്? O ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത്. O ഡബിൾ ബോണ്ട് O എന്ന് നമ്മൾ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിലെ ഒന്ന് സിഗ്മ ബോണ്ടും ഇതിലത്തെ ഒരു ബോണ്ട് എന്നുള്ള സിഗ്മ ബോണ്ടും മറ്റേ ബോണ്ട് എന്നുള്ളത് പൈ ബോണ്ടുമാണ്. ഒരു ബോണ്ട് സിഗ്മ ബോണ്ടും ഒരു ബോണ്ട് പൈ ബോണ്ടുമാണ്. എന്താണ് സിഗ്മ ബോണ്ട് നിങ്ങൾ ക്ലിയർ ആയി. കാരണം സിംഗിൾ ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്? ജനറലി സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം. അതുകൂടാതെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇതിലുള്ള ഒരു ബോണ്ട് സ്ട്രോങ്ങും ഒരു ബോണ്ട് വീക്ക് ആണെന്നും പറഞ്ഞിരുന്നു. ഓക്സിന്റെ കേസിൽ ഒരു ബോണ്ട് സ്ട്രോങ്ങും ഒരു ബോണ്ട് വീക്ക് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നും കൂടി വിശദീകരിക്കണം. അപ്പൊ ഇനി ഇത്രയും കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ട് നമുക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ. ഫ്ലൂറിന്റെ കേസിൽ സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ ഒരു ബോണ്ട് സ്ട്രോങ് ഒരു ബോണ്ട് വീക്ക് ആണെന്ന് പറയേണ്ട ആവശ്യകത എനിക്കില്ല. ഒറ്റ സിംഗിൾ ബോണ്ട് മാത്രം. പക്ഷെ ഓക്സിന്റെ കേസിൽ 2 ബോണ്ട് വരുന്നുണ്ട്. അതിലത്തെ ഒന്ന് സിഗ്മ ബോണ്ട് മറ്റൊന്ന് പൈ ബോണ്ട് ആയിരുന്നു. അതിലത്തെ ഒന്ന് സ്ട്രോങ് മറ്റൊന്ന് വീക്ക് എന്ന് പറയാൻ കാരണം എന്താണെന്നും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ബോധേഡ് ആകേണ്ട ആവശ്യകത കൂടിയുണ്ട്. ശ്രദ്ധിക്കുക, നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഓക്സിന്റെയും ഫ്ലൂറിന്റെയും കേസ് പരിശോധിച്ചപ്പോൾ പി ഓർബിറ്റലിലാണ് ഈ ഓവർലാപ്പിംഗ് നടക്കുന്നത് അല്ലെ. 1s 2s ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് 2p ഫ്ലൂറിന്റെയും പോയി ഓക്സിന്റെയും പോയത്. അപ്പൊ ആ പി ഓർബിറ്റൽസിലാണ് നമ്മൾ ഈ പറഞ്ഞ ഓവർലാപ്പിനോട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മള് പി എന്ന് പറയുമ്പോൾ അതിന്റെ എനർജി ലെവൽ പരിശോധിക്കുമ്പോൾ സ്ട്രക്ചർ എങ്ങനെയാണ്? PX, PY, PZ ഇങ്ങനെ 3 സ്ട്രക്ചേഴ്സ് ഫോർ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് പി എന്നുള്ള അറ്റോമിക് ഓർബിറ്റലിനുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ എടുക്കാറുള്ളത് ഇതിനെ സെഡ് ആക്സൈഡ് എടുക്കാന്ന് വിചാരിക്കുക, ഇതിനെ വൈ ആക്സൈഡ് എടുക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡയറക്ഷനിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആക്സിസിനെയാണ് നിങ്ങളുടെ ഡയറക്ഷനിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഡയറക്ഷൻ. അതായത് നമ്മളിരിക്കുമ്പോൾ എന്നിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആക്സിസ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ നിങ്ങളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആക്സിസ് ആണ് എക്സ് ആക്സിസ്. അത് നമുക്ക് വരയ്ക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഇങ്ങനെ വരയ്ക്കാറ്. ഇങ്ങനെ വരച്ച് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും? എക്സ് ആക്സിസ് എന്ന് വിളിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി കൃത്യമായി വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് എന്ന് നമ്മൾ അതിനെ വിളിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതിൽ പി എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കുക? പി എക്സ് ഒരു ഡംബൽ ഷേപ്പാണ് വരയ്ക്കുക. പി എക്സ്. പി വൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ഡയറക്ഷനിലോട്ട് ഒരു ഡംബൽ ഷേപ്പ് വരും. പി സെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് ഡംബൽ ഷേപ്പ് വരും. ഇങ്ങനെയാണ് പി എക്സ്, പി വൈ, പി സെഡ്. ഇപ്പൊ നിങ്ങൾ എല്ലാം കൂടി വരച്ചപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇൻഡിവിജ്വലി വരയ്ക്കുള്ള കാര്യം ഓർക്കുക. പി എക്സ്, പി വൈ, പി സെഡ് ഡയറക്ഷനിലോട്ട് നമ്മൾ ഡംബൽ ഷേപ്പ്. പി ഓർബിറ്റൽ ഷേപ്പ് എന്താ? ഡംബൽ ഷേപ്പ് ആണ് അല്ലെ. ഈ ഒരു ഡംബൽ ഷേപ്പ് ആണ്. അപ്പൊ ആ ഡംബൽ ഷേപ്പാണ് നമ്മൾ എന്ത് ചെയ്തത്? വരച്ചുകൊണ്ടിരിക്കുന്ന എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ ഓക്സിന്റെ കേസിലേക്ക് ഫ്ലൂറിന്റെ കേസിലേക്ക് ആദ്യം പോവുകയാണ്. ഫ്ലൂറിന്റെ കേസിൽ നമ്മൾ നോക്കിയപ്പോൾ 2p ഓർബിറ്റിൽ നമുക്ക് നോക്കാം. ഞാൻ പി ഓർബിറ്റിന്റെ കേസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാം വരയ്ക്കാം അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനോ. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ എത്ര? 9 ആണ്. 2,7 ആണ് വന്നത് അല്ലെ. സോ 1s 2s 2p 3 എനർജി ലെവൽ വേണം. 1 2 3 4 5 കുറച്ച് വലുതാക്കി വരയ്ക്കേണ്ടി വരും അല്ലെ. ഫ്ലൂറിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. 1 2 3 4 5 6 7 8 9 2,7 അല്ലേ. F2 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ വരയ്ക്കണം.
1 2 3 4 5 6 7 8 9 F1 F2. അപ്പോൾ ഇവിടെയാണ് ഇതിലുമാണ് എന്ത് പോസിബിൾ ആയത്, നമ്മൾ ഓവർലാപ്പിംഗ് പോസിബിൾ ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പി എക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് പി വൈ ആണ് അല്ലെ, ഇത് പി വൈ ആണ്, ഇതെന്താണ് പി സെഡും ആണ്. ഇത് ഒന്ന് പി എക്സ് ആണെങ്കിൽ മറ്റേത് പി വൈ ആണ്, മറ്റേത് ഓട്ടോമാറ്റിക്കലി പി സെഡും ആണ്. ഇവിടെയാണെങ്കിൽ ഇത് പി എക്സ് ആണ്, ഇത് പി വൈ ആണ്, മറ്റേത് എന്താണ് പി സെഡും ആണ്. ഓക്കെ, അപ്പൊ പി സെഡ് ഓവർലാപ്പിംഗ് ആണ് ഇവിടെ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ പി സെഡ് ഓവർലാപ്പിംഗ് ആണ്. നമുക്കറിയാം നമ്മൾ നേരത്തെ എക്സ് ആക്സിൽ വരച്ചിട്ടുണ്ടായിരുന്നു പി ഓർബിറ്റ് ഷേപ്പ്. ഇത് എസ് സെഡ് ആണെങ്കിൽ അതിന്റെ ഷേപ്പ് നമ്മൾ ഇങ്ങനെ ഡംബൽ ഷേപ്പ് ഇങ്ങനെ പി സെഡ് ഡയറക്ഷനിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ട് ഫ്ലൂറിനാകുമ്പോൾ എന്താ പ്രത്യേകത, ഇവ തമ്മിൽ ഇങ്ങനെ ബോണ്ട് ചെയ്യും. പി സെഡില് ഒരു ഫ്ലൂറിന്റെ ഇത്, മറ്റേ ഫ്ലൂറിന്റെ ഇത്, അല്ലെങ്കിൽ രണ്ട്, ഇത് പി സെഡ് ഓർബിറ്റൽ ഓഫ് ഫസ്റ്റ് ഫ്ലൂറിൻ, ഇത് പി സെഡ് ഓർബിറ്റൽ ഓഫ് സെക്കൻഡ് ഫ്ലൂറിൻ. ഇവ തമ്മിൽ ബോണ്ട് ചെയ്ത് എങ്ങനെയാണ് സംഭവിക്കാൻ നേരം നിങ്ങൾക്ക് ബോണ്ടിങ് ആണ് വരയ്ക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കണ്ടോളൂ. ഇങ്ങനെയും ബോണ്ട് ചെയ്യും, ഇങ്ങനെയും ബോണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ശേഷം എങ്ങനെ വരയ്ക്കാം, ബോണ്ടിന് ശേഷം എങ്ങനെ വരയ്ക്കാം, കൃത്യമായിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കാം. ബോണ്ട് ചെയ്തു, ബോണ്ട് ചെയ്തു, ഇവിടെ എക്സ് ആക്സ്. അപ്പോൾ ഇതിൽ രണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ പെയർഡ് ആയി നമുക്ക് കാണിക്കാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ രണ്ട് ഇലക്ട്രോൺ പെയർഡ് ആയി നമുക്ക് കാണിക്കാം. ഒന്നുകൂടി വൃത്തിയായിട്ട് വരയ്ക്കണോ, നിങ്ങൾ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഞാൻ ഈ പ്ലസ് ഒഴിവാക്കുന്നുണ്ട്, ഈ ആക്സിൽ ഒഴിവാക്കുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തു, ഇത് പെയർഡ് ആയിട്ട് നമുക്ക് കാണിക്കാം. കാരണം മറ്റേ പി ഓർബിറ്റൽ ഒരു ഇലക്ട്രോണും മറ്റേ പി ഓർബിറ്റൽ ഇലക്ട്രോൺ രണ്ടും കൂടി ചേർന്ന് ഇൻ ബിറ്റ്വീൻ ഇവിടെ പെയർഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പ്ലസ് ഞാൻ ഒഴിവാക്കുന്നത് മാത്രം കേട്ടോ. അങ്ങനെ ഓക്കെ, പറഞ്ഞു മനസ്സിലായല്ലോ. ഈ ഓവർലാപ്പിനെ പറയുന്ന പേരാണ്, അതായത് ഇങ്ങനെ നിങ്ങൾ നോക്കി ഇങ്ങനെയുള്ള ഓവർലാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് അല്ലെ, ഇതിന്റെ ഹെഡും അതുപോലെ തന്നെ ഇതിന്റെ ഹെഡും, ഈ രണ്ട് ഹെഡും തമ്മിൽ ബോണ്ട് ചെയ്തിട്ടാണ് ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് എന്ന് വിളിക്കും. ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ഓവർലാപ്പിംഗ്. ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് വിളിക്കും. ഇതിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് വിളിക്കുന്നത്. വിച്ച് ഈസ് സ്ട്രോങ്ങർ ഇൻ നേച്ചർ, അതും കൂടി മനസ്സിലാക്കണം. വിച്ച് ഈസ് സ്ട്രോങ്ങർ ഇൻ നേച്ചർ. ഇപ്പോ സിഗ്മ ബോണ്ട് എന്താണെന്ന് കണ്ടു. ഫ്ലൂറിൻ തമ്മിൽ സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഈ സിഗ്മ ബോണ്ട് പ്രത്യേകത ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നു. വിച്ച് ഈസ് സ്ട്രോങ്ങർ ഇൻ നേച്ചർ, അത് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബോണ്ട് ഫോർമേഷൻ കൂടിയിട്ടാണ്. എങ്ങനെയാണ് സിഗ്മ നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം കാണിച്ച് അതിന്റെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് അവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ ഓവർലാപ്പിംഗിൽ ഏർപ്പെടുന്നത് എന്നും നമ്മൾ കണ്ടു. അപ്പൊ ഫ്ലൂറിന്റെ എല്ലാ കേസുകളും പരിശോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ നമുക്ക് ഓക്സിജന്റെ പരിശോധിക്കണം. ആ സമയത്ത് ഞാൻ പറയും എന്തുകൊണ്ടാണ് ഓക്സിജനിൽ ഒരു ബോണ്ട് സ്ട്രോങ്ങർ ആയത്, ഒരു ബോണ്ട് എന്തുകൊണ്ടാണ് വീക്ക് ആയത് നമുക്ക് പറയാം. ശ്രദ്ധിക്കൂ. അപ്പോൾ ഓക്സിജന്റെ കേസിലോട്ട് നമ്മൾ മടങ്ങാൻ പോവുകയാണ്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2,6, ഓക്സിജൻ 8 ആണ് വരിക. സോ 2,6 ആണ് വരിക. ഓക്കെ, ഞാൻ അത് വരയ്ക്കാം. ഫസ്റ്റ് ഓക്സിജന്റെ വരയ്ക്കുന്നുണ്ട്. ഇത് സെക്കൻഡ് ഓക്സിജന്റെ വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, മൊത്തം 8 ഇലക്ട്രോൺ അല്ലേ? 1 2 3 4 5 6 7 8. ഇവിടെയും 1 2 3 4 5 6 7 8. ഇത് പി എക്സ് ആണെങ്കിൽ ഇത് പി വൈ, ഇത് പി സെഡ്. അതുപോലെ ഇത് പി എക്സ് ആണെങ്കിൽ ഇത് പി വൈ, ഇത് പി സെഡ്. അപ്പോ ഇവിടെ പി വൈയും പി വൈയും പി സെഡും തമ്മിലാണ് ഓവർലാപ്പിംഗ്. രണ്ട് ഓവർലാപ്പിംഗ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഓക്സിജനിൽ ഡബിൾ ബോണ്ട് വന്നത്. പി വൈയും ഓവർലാപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പി സെഡും തമ്മിൽ എന്തുണ്ട്?
അതേസമയം ഓവർലാപ്പിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് രണ്ടും ഒരേ സമയം നമ്മൾ ബോണ്ടിങ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് കാണിക്കണം. നോക്കാം, കണ്ടോളൂ. പി സെഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഇത് സെഡ് ആക്സ് ആണെങ്കിൽ ഇത് ഇപ്പൊ പി സെഡ് ഓവർലാപ്പിംഗ് നിങ്ങൾക്ക് ഫ്ലൂറിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി പി വൈ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? പി വൈ നമ്മൾ നേരത്തെ എടുത്ത് ഇതാണ് പി വൈ ആക്സ്. അപ്പൊ ഇങ്ങനെയാണ് പി വൈ, അതാണ് ഇവിടെ ഈ ഡയറക്ഷനിലോട്ടാണ് പി ഓർബിറ്റലിന്റെ സ്ട്രക്ചർ വരിക. അപ്പൊ നമുക്ക് ഒരേ സമയം ഇതൊക്കെ ബോണ്ട് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ച് വേണം ഇത് മനസ്സിലാക്കാൻ. ഇത് ഒരു ഓക്സിജന്റെ ആറ്റത്തിന്റെ, ഇത് രണ്ടാമത്തെ ഓക്സിജന്റെ ആറ്റത്തിന്റെ ഞാൻ വരയ്ക്കുകയാണ്. ഇത് പി സെഡ് ഓവർലാപ്പിങ്ങിന് വേണ്ടിയിട്ട് കാണിക്കുന്നു. ഇത് പി സെഡ് ഓവർലാപ്പിങ്ങിന് വേണ്ടി കാണിക്കുന്നു. ശ്രദ്ധിച്ചിരുന്നോളൂ. ഓക്കെ, ഒരാൾ വലുതായി പോയില്ലേ, കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കുമല്ലോ അത്. ഇതിനകത്ത് 2 ഇലക്ട്രോൺ ബോണ്ടഡ് ആവും. കാരണം ഒരു പി ഓർബിറ്റലിലെ ഒരു പി സെഡ് ഓർബിറ്റലിൽ ഇലക്ട്രോണും, ഇത് ഓക്സിജൻ 1 ആണെങ്കിൽ ഇത് ഓക്സിജൻ 2 ആണ്. അപ്പോൾ ഓക്സിജൻ 1 പി സെഡ് ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണും ഓക്സിജൻ 2 പി സെഡ് ഓർബിറ്റൽ ഇലക്ട്രോണും കൂടി ചേർന്ന് അവിടെ പി സെഡ് ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ ആക്സിയൽ ബോണ്ട് ഓവർലാപ്പിംഗ് എന്നൊക്കെ വിളിക്കുന്നത്, വിച്ച് ഈസ് സ്ട്രോങ് ഇൻ നേച്ചർ. ഇനി ഒരാളും കൂടി ഉണ്ട്, പി വൈയും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട് അല്ലേ. ഇപ്പൊ പി വൈ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ വരും, അതുപോലെ ഈ ഡയറക്ഷനിലും വരും അല്ലേ. ഇവർ തമ്മിൽ എങ്ങനെ ബോണ്ട് ചെയ്യും? ഇവർ തമ്മിൽ ബോണ്ട് ചെയ്യുക ഇങ്ങനെയാണ് ബോണ്ട് ചെയ്യുക. ഇങ്ങനെ ഒരു സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ് ഉണ്ടാവുക. സൈഡ് വൈസ് ഓവർലാപ്പിംഗ് എന്ന് സംഭവിക്കുക, സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. സൈഡ് വൈസ് ആയിട്ട് ഇങ്ങനെ ഓവർലാപ്പ്, ഈ ഒരു രീതിയിലോട്ട് സൈഡ് വൈസ് ആയിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. ഈ സൈഡ് വൈസ് ഓവർലാപ്പ് നമ്മൾ വിളിക്കുന്ന പേരാണ് പൈ ബോണ്ട്. എന്താ വിളിക്കുക? പൈ ബോണ്ട്. ഇങ്ങനെ എഴുതി കണ്ടിട്ടുണ്ടാവും, പൈ ബോണ്ട്, വിച്ച് ഈസ് വീക്ക് ഇൻ നേച്ചർ. അതെന്താണ്? വീക്കുമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഓക്സിജനിൽ എങ്ങനെയാണ് സിഗ്മ ബോണ്ടും എങ്ങനെയാണ് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുക നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അതിൽ സിഗ്മ ബോണ്ട് സ്ട്രോങ്ങർ ആണ്, പൈ ബോണ്ട് അതേസമയം വീക്കുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജനിലെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഓ ഡബിൾ ബോണ്ട് ഓയില് എന്തുകൊണ്ടാണ് ഒരു ബോണ്ട് സ്ട്രോങ് ഒരു ബോണ്ട് വീക്ക് ആണെന്ന് പറയാൻ കാരണം? അത് ഒരു ബോണ്ട് സിഗ്മ ബോണ്ട് ആണ്, ഒരു ബോണ്ട് പൈ ബോണ്ട് ആണ്. എന്താണ് സിഗ്മ ബോണ്ട്? ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗിനാണ് സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്. സൈഡ് വൈസ് ഓവർലാപ്പിംഗിനെയാണ് പൈ ബോണ്ട് എന്ന് പറയുന്നത്. ഈ സൈഡ് വൈസ് ഓവർലാപ്പ് വഴി ഫോം ചെയ്യുന്ന പൈ ബോണ്ടിന്റെ വീക്ക് നേച്ചർ ആണ്. ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പ് വഴി ഫോം ചെയ്യുന്ന സിഗ്മ ബോണ്ടിന്റെ വിച്ച് ഈസ് സ്ട്രോങ്ങർ ഇൻ നേച്ചർ വെൻ കമ്പയർഡ് ടു പൈ ബോണ്ട്. അതുകൊണ്ടാണ് ഓ ഡബിൾ ബോണ്ട് ഓയില് ഒരു ബോണ്ട് സ്ട്രോങ്ങർ ആണെന്ന് ഒരു ബോണ്ട് വീക്ക് ആണെന്ന് ഞാൻ പറയാൻ കാരണം. ഫ്ലൂറിന്റെ കേസ് നമുക്ക് ആ സമയം പറയേണ്ടി വരില്ല, കാരണം അതുകൊണ്ട് അതിൽ ഒറ്റ ബോണ്ടേ ഉള്ളൂ സിഗ്മ ബോണ്ട്, അത് സ്ട്രോങ്ങർ ഇൻ നേച്ചർ. പ്രത്യേകിച്ച് ഒന്നും അതിൽ പറയാനായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ വാലൻസ് ബോണ്ട് തിയറിയിലെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങളുടെ വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നത്. പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കോവാലന്റ് ബോണ്ടിങ്ങിന്റെ ഫോർമേഷൻ എങ്ങനെ പോസിബിൾ ആകുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സിഗ്മ ബോണ്ട്, എന്താണ് പൈ ബോണ്ട്, അവയുടെ സ്ട്രെങ്ത്, ഓരോ ബോണ്ടിന്റെയും സ്ട്രെങ്ത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ബാലൻസ് ബോണ്ട് തിയറി പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്, പൈ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ ഫിഗർ വെച്ച് കൃത്യമായിട്ട് കാണിക്കാൻ നമുക്ക് കഴിയണം. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് വാലൻസ് ബോണ്ട് തിയറിയിലെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയകരമാണ്. നിങ്ങൾക്ക് ഇതിന്റെ പോസ്റ്റ്ലേറ്റ്സ് നിങ്ങൾക്ക് ഞാൻ ക്ലാസിന്റെ ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കി തരാം. ആ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി 4 പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് നമ്മൾ ചുരുക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. നിങ്ങൾ ആ പോസ്റ്റ്ലേറ്റ്സ് വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അത് ശേഷം ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ് ആണ്. There are 2 types of hydrogen bonds, intermolecular hydrogen bond and intramolecular hydrogen bond. അതിൽ ആദ്യം പരിശോധിക്കാനുള്ളത് intermolecular hydrogen bond ആണ്. It is formed between 2 different molecules of the same or different compounds. For example, H bond
in case of HF molecule, alcohol or water molecules. ഇപ്പോൾ HF മോളിക്യൂൾ, ഇപ്പോൾ ഹൈഡ്രജൻ HF മോളിക്യൂൾ, HF മോളിക്യൂൾ, ഇതിൽ ഈ ഹൈഡ്രജൻ ഫ്ലോറിനുമായി ഉണ്ടാക്കുന്ന ബോണ്ട് ഫോർമേഷൻ HF മോളിക്യൂൾ, അത് ഒരു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. അതുപോലെ H2 വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കുന്നത് ഒരു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്ലൂറിനുമായിട്ട് ഡയറക്റ്റ് ബോണ്ടിങ്ങിലാണ് ആര് വരുന്നത്? ഹൈഡ്രജൻ വരുന്നത്. ഇവയാണ് നമ്മൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. എന്താണ് പ്രധാനമായിട്ടും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിൽ പറയുന്നത്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഇറ്റ് ഈസ് ഫോംഡ് വെൻ ഹൈഡ്രജൻ ആറ്റം ഈസ് ഇൻ ബിറ്റ്വീൻ ദ ടു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ present within the same molecule. For example, in orthonitrophenol, the hydrogen is in between the two oxygen atom. ഏതെങ്കിലും രണ്ട് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ഇടയിലാണ് അവിടെ ഹൈഡ്രജൻ ബോണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന്റെ എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഓർത്തോനൈട്രോഫീനോൾ ആണ് നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ടുള്ളത്. അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ താഴെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഓർത്തോനൈട്രോഫീനോളിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കും രണ്ട് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ, രണ്ട് ഓക്സിജൻ ഉണ്ട്. ഈ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജന്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഇത് എന്നുള്ളത് ഒരു ഇന്ററാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ ഒന്ന് ഡയറക്റ്റ് ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, ഫോർ എക്സാമ്പിൾ H2 HF. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസിന് ഇടയിലാണ് ഇൻ ബിറ്റ്വീൻ ആണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ററാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നിന് വായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് വെൻ ഹൈഡ്രജൻ ആറ്റം ഈസ് ഇൻ ബിറ്റ്വീൻ ദ ടു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് പ്രസന്റ് വിത്തിൻ ദ സെയിം മോളിക്യൂൾ. ഫോർ എക്സാമ്പിൾ ഇൻ ഓർത്തോനൈട്രോഫീനോൾ ദി ഹൈഡ്രജൻ ഈസ് ഇൻ ബിറ്റ്വീൻ ദ ടു ഓക്സിജൻ ആറ്റം. അവിടെ ഓക്സിജൻ എന്നുള്ളത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കണം. രണ്ട് വീഡിയോയും കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ.